ആ രവി, ഹലോ, നിങ്ങൾ ഇറങ്ങിയോ? ഇറങ്ങി രവി, പകുതി ദൂരമായി. പെട്ടെന്നായിരുന്നല്ലോ യാത്രയ്ക്കുള്ള തീരുമാനം. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ നിർത്തിയതാ. അവളുടെ പപ്പയുടെ തറവാട്ടിലേക്കല്ലേ, വെറുങ്കയോടെ ഇങ്ങനെ പോകുന്നത്. നന്നായി. ഏഞ്ചലിന് ഏറ്റവും ഇഷ്ടം അവളുടെ പപ്പയാ. ആ വീട് അവൾക്കൊരു റിലീഫാവും. എന്റെ മോക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാനല്ലേ പറയുന്നത്. അവളുടെ പപ്പയെ നഷ്ടപ്പെട്ടൊരു ഷോക്ക്. മാർട്ടിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നൊരു ലോകത്തേക്ക് അവള് പോലും അറിയാതെ അവളുടെ മനസ്സൊന്ന് സഞ്ചരിച്ചു. അത്രേ ഉള്ളൂ. കേട്ടിട്ട് തന്നെ പേടിയാന്ന് രവി. എടോ, ഏഞ്ചലിന്റെ കുട്ടിക്കാലത്ത് ആ ക്രിസ്മസ് ഈവനുണ്ടായ ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? നമ്മൾ മരുന്ന് കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും അവളുടെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളഞ്ഞ ആ മോശം ഇൻസിഡന്റ്. ഉവ്വ്. ആ പപ്പയുടെ നഷ്ടം അവളിലുണ്ടാക്കിയ ആങ്സൈറ്റി ചില്ലറയല്ല. പപ്പയുടെ ആബ്സെൻസിൽ ആ ക്രിസ്മസിനുണ്ടായ ഇൻസിഡന്റ് വീണ്ടും ആവർത്തിക്കുമോ എന്നവളുടെ മനസ്സ് പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇപ്പോഴത്തെ വീട്ടിൽ നിന്നും ഒന്ന് മാറാൻ ഞാൻ പറഞ്ഞത്. ആ മാറ്റം പപ്പയുടെ പ്രസൻസുള്ള തറവാട്ടിലേക്കായത് ഏറ്റവും നല്ലത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. ബൈ. താങ്ക് യു രവി. ബൈ.